കടന്നാൽ ആലപ്പുഴ കലവൂരിൽ വയോധികയെ കൊന്നുകുഴിച്ചു മൂടിയത് ആസൂത്രിതമായിട്ടെന്ന് പോലീസ്. കൊലപാതകത്തിന് മുൻപ് തന്നെ വീടിന് പുറകുവശത്ത് കുഴിയെടുത്തുവെന്നാണ് നിഗമനം. ഒളിവിൽ കഴിയുന്ന പ്രതികളെന്ന് സംശയിക്കുന്ന ഷർമിളയ്ക്കും നിതിൻ മാത്യുവിനും വേണ്ടി കടവന്ത്രയിൽ നിന്നും ആലപ്പുഴയിൽ നിന്നുമുള്ള അന്വേഷണ സംഘം ഉടുപ്പിയിലെത്തി പരിശോധന നടത്തുകയാണ്. അതേസമയം സുഭദ്രയുടെ പോസ്റ്റ്മോർട്ടം ഇന്ന് നടക്കും. ശരണ്യ സ്നേഹജനും ഡാനി പോളുമാണ് വിവരങ്ങളുമായി ചേരുക. ആദ്യം ശരണ്യയിലേക്ക് പോവുകയാണ്. ശരണ്യ, ഇതിപ്പോൾ ആസൂത്രിതമായി നടന്ന ഒരു കൊലപാതകം എന്ന നിഗമനമല്ല, സ്ഥിരീകരണത്തിലേക്ക് തന്നെ പോലീസ് എത്തുകയാണ്. കൊലപാതകം നടക്കുന്നതിന് മുമ്പ് തന്നെ കുഴിയെടുത്തിരുന്നു എന്നുള്ളതാണ് നിർണായകമായ കണ്ടെത്തൽ. വിശദാംശങ്ങൾ എങ്ങനെയാണ്? തീർച്ചയായിട്ടും ആസൂത്രിതമായ ഒരു കൊലപാതകം എന്ന കാര്യത്തിലേക്കാണ് ഇപ്പോൾ അന്വേഷണ സംഘം നീങ്ങുന്നത്. അതായത് ഈ കുഴിയെടുക്കുന്നതിനായി ഇവരുടെ വീട്ടിലേക്ക് എത്തിയ ആൾ ഈ കൊലപാതക ദിവസത്തിന് മുമ്പ് തന്നെ ഈ കുഴി വീട്ടിലെടുപ്പിച്ചിരുന്നു എന്നുള്ള മൊഴി പോലീസിന് നൽകിയിട്ടുണ്ട്. മാത്രമല്ല ആ ദിവസം ഈ കുഴിയെടുക്കുന്നതിനായി ആൾ അവിടെ എത്തിയപ്പോൾ വേസ്റ്റ് മൂടുന്നതിന് വേണ്ടിയാണ് കുഴി എടുപ്പിക്കുന്നതെന്നാണ് പറഞ്ഞത്. മാത്രമല്ല ആ സമയത്ത് സുഭദ്രയെ ജീവനോടെ കണ്ടു എന്നുള്ള മൊഴിയും ഇയാൾ നൽകിയിട്ടുണ്ട്. അപ്പോൾ ആസൂത്രിതമായി കൊലപ്പെടുത്താനുള്ള തീരുമാനം നേരത്തെ തന്നെ ഉണ്ടായിരുന്നു എന്നുള്ള നിഗമനത്തിലേക്ക് തന്നെയാണ് ഇപ്പോൾ പോലീസ് എത്തുന്നത്. ഞാൻ ഉള്ളത് ആലപ്പുഴ കാട്ടൂരാണ്. മാത്യുവിന്റെ വീട്ടിൽ, അതായത് ഈ കേസിലെ മുഖ്യപ്രതിയായി മാത്യു, ഷർമിള എന്നിവരാണുള്ളത്, ദമ്പതികളാണുള്ളത്. അതിൽ മാത്യുവിന്റെ വീട്ടിലാണുള്ളത്. ഈ കുടുംബത്തിന് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. അച്ഛൻ ക്ലീറ്റസും അമ്മ ഗ്രേസിയുമാണ് നമ്മളോടൊപ്പം ഉള്ളത്. അവർ പറയുന്ന കാര്യങ്ങളൊക്കെ തന്നെയും വളരെ ഞെട്ടിക്കുന്ന കാര്യങ്ങളാണ്. എങ്ങനെയാണ് ഷർമിള നിങ്ങളുടെ കുടുംബത്തിലേക്ക് എത്തുന്നത്? ഞങ്ങളുടെ കുടുംബത്തിൽ വരുന്നതെന്ന് പറയുന്നത് ഇവള് അപ്പനമ്മയും മരിച്ച് അനാഥരായിട്ട് നിൽക്കിയിരുന്നു. അപ്പോൾ അങ്ങനെ ഹോസ്റ്റലിൽ നിൽക്കിയിരുന്നു. ഹോസ്റ്റലിൽ നിന്നാണ് ഞങ്ങൾ പരിചയപ്പെടുന്നത്. അപ്പോൾ അതിനു മുൻപ് ഈ പറഞ്ഞ സുബ്ബരാമ്മയുടെ വീട്ടിലാണ് ഇവള് നേരത്തെ തന്നെ ഈ സുബ്ബരാമ്മയാണ് സംരക്ഷിച്ചിട്ടിരുന്നത്. ഈ ഷർമിള സുഭദ്രാമ്മയുടെ വീട്ടിൽ എത്ര കാലം താമസിച്ചിരുന്നു നിങ്ങൾക്കറിയാം? അത്രയും കറക്റ്റായിട്ടൊന്നും അറിയില്ല. എന്തായാലും ഒരുപാട് നാള് ഇപ്പൊ ഇവര് ഇവിടെ ഒരുപാട് വർഷങ്ങൾ താമസിച്ചതായിട്ടാണ് ഈ സുബ്ബരാമ്മയുടെ ഭാഗത്തുനിന്നും സംസാര വിഷയത്തിൽ ഉണ്ടായിക്കൊണ്ടിരുന്നത് ഞങ്ങൾ കേട്ടിട്ടുള്ളത്. അപ്പൊ ഇവര് ഒരു മകളെ പോലെ തന്നെയാണ് ഇവർ നോക്കിക്കൊണ്ടിരുന്നത്. അപ്പൊ അവര് ഈ ഹോസ്റ്റലിൽ നിന്നൊക്കെ വരുന്ന പെണ്ണുങ്ങളൊക്കെ താമസിക്കുന്ന ഒരു റൂം അവരിവിടെ ശരിയാക്കിയിട്ടുണ്ട് എറണാകുളത്ത്. അപ്പൊ അവരെ താമസിച്ചിട്ട് അവർ ഇതിൽ നിന്ന് കിട്ടുന്ന എന്തെങ്കിലും വരുമാനങ്ങളൊക്കെ കൊണ്ടാണ് അവർ ജീവിച്ചിരുന്നത്. അവരുടെ മക്കളൊക്കെ വേറെ താമസിക്കും. ഇവര് സ്വന്തമായിട്ട് താമസിക്കണം. നിങ്ങൾ സുഭദ്രാമ്മയെ കാണുന്ന ആദ്യമായിട്ട് താമസിക്കണം കല്യാണത്തിന് മുൻപ്. ഈ 2020 കല്യാണം. കല്യാണത്തിന് മുൻപാണ് ഇവളുടെ കൂടെ ഈ ആന്റിയാണെന്ന് പറഞ്ഞ് അപ്പൊ ഒരു പെണ്ണ് ഒരു വീട്ടിൽ താമസിക്കുന്നുണ്ടെങ്കിൽ ആരെങ്കിലും ഒരു കൂടെ വേണമല്ലോ. അങ്ങനെ ഇവർ രണ്ടുപേരും കൂടെ വന്ന് 2 ദിവസം സുഭദ്രാമ്മയും ഈ പറഞ്ഞ ഷർമിളയും കൂടെ ഇവിടെ താമസിച്ചതിന് ശേഷം 2 ദിവസം കഴിഞ്ഞ് ഇവര് പോയി. ഇവിടെ വന്ന് താമസിച്ചിട്ട് ഇവര് പോയി. കല്യാണം ആലോചിച്ചപ്പോ 2 ദിവസം ഇവിടെ വന്ന് 2 ദിവസം ഇവർ രണ്ടുപേരും വന്നിട്ട് അത് 2 ദിവസം കഴിഞ്ഞിട്ട് അവരുടെ വീട്ടിലോട്ട് പോയി കഴിഞ്ഞ് പിന്നെ ഒരാഴ്ച കഴിഞ്ഞതിന് ശേഷമാണ് ഞങ്ങൾ കല്യാണം നടക്കാനുള്ളത്. ആ സമയത്ത് കല്യാണം നടന്നു. എങ്ങനെയായിരുന്നു കല്യാണത്തിന്റെ ഒരു സ്വഭാവം? കാരണം ഈ ഷർമിളയായിട്ടുള്ള വിവാഹാലോചന നിങ്ങളിലേക്ക് എങ്ങനെയാ എത്തിയത്? ഞങ്ങൾ ആദ്യം ഇവിടെ നിന്ന് കല്യാണം ഒഴിയാൻ തീരുമാനിച്ചു. കാര്യം എന്ന് പറയുമ്പോൾ ഇവർക്ക് ഐലൻഡി കാർഡൊന്നും ഇല്ല. ഐലൻഡി കാർഡൊന്നും കറക്റ്റ് കിട്ടുന്നില്ല. പിന്നെ മോളെ അത് ഇവര് കൊച്ചി വെളി ഗവൺമെന്റ് ഹോസ്റ്റലിൽ നിന്നാണ് നിൽക്കാറുണ്ട്. ഇവർക്ക് ആരുമില്ല. അപ്പൊ ഇവരുടെ അമ്മയുടെ അപ്പൻ 2 കെട്ടിയതാ. അപ്പൊ ആദ്യത്തെ കെട്ടില്ല അവരുടെ വല്യമ്മച്ചെന്ന് പറയും. അവരുടെ മകനാണ് ഇവളെ അവർക്ക് അവിടെ ഭയങ്കര ശല്യമായിരുന്നു. നിങ്ങൾക്ക് ഈ കല്യാണാലോചന വരുന്ന സമയത്ത് വിശദമായ വിവരങ്ങളില്ല. ഹോസ്റ്റൽ വഴിയാണ് മഠത്തിൽ ഹോസ്റ്റലായിരുന്നു. മഠത്തിന്. അപ്പൊ സിസ്റ്റർമാരുടെ കൂടെ നിൽക്കുകയാണ്. അപ്പൊ അവിടെ ഒരുപാട് പിള്ളേരുണ്ട്. മാത്യു ആദ്യ വിവാഹം വേർപെടുത്തിയ ആളാണ്. അതിലൊരു കൊച്ചുണ്ട്, പെൺകുഞ്ഞുണ്ട്. ഇപ്പൊ 8ാം ക്ലാസ്സിൽ അങ്ങോട്ട് പഠിക്കണം. കൊച്ചിനെ ഞങ്ങൾ ജ്ഞാനസ്നാനത്തിന് കണ്ടല്ല, ഞാൻ കണ്ടിട്ടില്ല. ഞങ്ങൾ കൊച്ചിനെ ആവശ്യപ്പെട്ടോ ഞങ്ങൾ ഒരിക്കൽ ഞങ്ങളുടെ പരാതി കൊടുത്തപ്പോ ഞങ്ങള് പോലീസുകാരോട് ഞങ്ങൾ ചെന്നപ്പോ ഞാൻ പറഞ്ഞു വെറുതെ ഒന്ന് ഇവരുടെ സ്വഭാവം ഒന്ന് അറിയാൻ. ആദ്യ ഭാര്യ ഡിവോഴ്സായി കുട്ടി അവരോടൊപ്പമാണ്. അതിനുശേഷമാണ് ഷർമിളയായിട്ടുള്ള വിവാഹത്തിലേക്ക് പോകുന്നത് അല്ലേ? അപ്പൊ ഇങ്ങനെ ഹോസ്റ്റലിൽ നിന്നല്ലേ. അപ്പൊ സിസ്റ്റർമാര് ഇങ്ങനെ ആലോചിച്ച് അവരുടെ കൂടെ നിൽക്കുന്നല്ല. അവരെ നമുക്ക് കുറ്റം പറയാം, സിസ്റ്റർമാരെ കുറ്റം പറയാൻ പറ്റില്ല. അവരുടെ ഭാഗത്തു നിന്നാണ് ആലോചന വന്നത്. അവരുടെ കൂടെ നിന്നപ്പോ നല്ലൊരു കൊച്ചായിട്ട് തോന്നി. അതെ, ഞാൻ ചോദിക്കുന്നത് ആ സിസ്റ്റർമാര് നിങ്ങളെ കോണ്ടാക്ട് ചെയ്യാൻ അവർ എറണാകുളത്തുള്ള ആളുകളാണല്ലോ. എന്റെ മകൾ അന്ന് ഇവിടെ ഇവിടെ കലവൂർ ആരാമി നിൽക്കുന്ന അവസരമാണ്. അവിടെ മന്ദിരമുണ്ട്. അവിടുത്തെ രോഗികളെ നോക്കുന്ന അവസരമായിരുന്നു.
അപ്പൊ പറഞ്ഞത് ലിതിയ ഇങ്ങനെ ഒരു കൊച്ചുണ്ട്, നല്ലൊരു കൊച്ചാണ്, സഹോദരിയോടാണ് വിവാഹാലോചന നടത്തുന്നത് അല്ലേ? നല്ലൊരു കൊച്ചാണ്. ആ കൊച്ചിന് ഞങ്ങൾ നിതിനെ ആലോചിക്കാം, നല്ല കൊച്ചാണ്. അപ്പൊ നമുക്ക് സിസ്റ്റർമാരെ കുറ്റം പറയാൻ പറ്റത്തില്ല. എന്താണെന്ന് വെച്ചാൽ അവരുടെ കൂടെ നിന്നപ്പോ നല്ല സ്വഭാവമുണ്ട്. അവർക്ക് ഇവർക്ക് സ്വഭാവം അറിയില്ല. ഇടക്കിടക്ക് അവിടുന്ന് മുങ്ങും. പിന്നെ എങ്ങോട്ടാണ് പോണെന്ന് അവർക്കും അറിയാൻ പറ്റില്ല. ജോലിക്ക് അവിടെയാണ്ട് ജോലി ഉണ്ടായെന്നാണ് ഇവ പറയുന്നത്. ഈ ഉടുപ്പി സ്വദേശിയാണ്. അപ്പൊ കല്യാണ സമയത്ത് ഉടുപ്പിയിൽ നിന്ന് ആരെങ്കിലും ഒക്കെ എത്തിയിരുന്നോ? ഉടുപ്പിലെ ഞങ്ങൾക്ക് അവർക്ക് വീടും അവിടെ കുറെ സ്ഥലമുണ്ട്, സ്വർണ്ണമുണ്ട്, രൂപയുണ്ട്, ഇങ്ങനെയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞ് ഞങ്ങളെയും കൂട്ടിക്കൊണ്ട് പോയി. ഞങ്ങളുടെ സഹോദരങ്ങളും ഞങ്ങളെല്ലാവരും പോയി. അവിടെ ചെന്നപ്പോ ഇവക്ക് ആൾക്കാരാരുമില്ല. ഒരാളെ കാണിച്ചു, അങ്ങേര് ഭയങ്കര കോടീശ്വരൻ. അവരുടെ വീട്ടിൽ ചെന്ന് അപ്പൊ പറഞ്ഞു അത് അപ്പന്റെ അനിയനാണെന്നാണ് പറയണത്. ഞങ്ങൾക്ക് അറിയത്തില്ലല്ലോ. നിങ്ങളുടെ ഈ വിവാഹാലോചനയിലേക്ക് എത്തുന്നത് സുഭദ്രാമയാണ്, ഈ കൊല്ലപ്പെട്ട സ്ത്രീയായ സുഭദ്രയാണ്, ബന്ധുവാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഈ കുടുംബത്തെ സമീപിച്ചെന്നാണ് ഇപ്പോൾ മാത്യുവിന്റെ അമ്മ വ്യക്തമാക്കുന്നത്. ആന്റി ആണ് എന്ന് പറഞ്ഞാണ് എത്തിയത്. വിവാഹാലോചന നടക്കുന്ന ഘട്ടത്തിലും സുഭദ്ര ഇവിടെ എത്തിയിരുന്നു. അതായത് വർഷങ്ങളായുള്ള ബന്ധമാണ് ഷർമിളയും സുഭദ്രയും തമ്മിലുള്ളതെന്നാണ് കുടുംബം സ്ഥിരീകരിക്കുന്നത്. പക്ഷേ അതേസമയം വിവാഹത്തിന് ശേഷം എങ്ങനെയായിരുന്നു ഷർമിള? പിന്നെ അവര് വന്നിട്ടില്ല. അവര് പിന്നെ കല്യാണം കഴിഞ്ഞ ഒരു പ്രാവശ്യം വന്ന്. അതെങ്ങനെയാ ഇവളെന്തോ പൈസ അവരോട് മേടിച്ചു, കല്യാണത്തിന് മുന്നേ മേടിച്ച്. ഷർമിള പണം വാങ്ങിയിട്ടുണ്ട് സുഭദ്രയുടെ മേടിച്ചിട്ട് ഇവിടെ വന്നേച്ചും. പിന്നെ അതെനിക്ക് സുഭദ്രാമയും ഇവളും കൂടെ കയ്യിൽ നിന്നുണ്ടാകുന്ന ഞങ്ങൾക്ക് അറിയത്തില്ല. അന്നേരം വന്നിച്ച് പറഞ്ഞ് 7000 രൂപ ഷർമിള മേടിച്ചിട്ടുണ്ട്. അപ്പൊ ഞങ്ങൾ പൈസ മേടിച്ചില്ലല്ലോ. അവള് മേടിച്ചെങ്കിൽ അവളോട് കല്യാണത്തിന് മുമ്പുള്ള പൈസ അല്ലേ. ഇപ്പൊ കല്യാണം കഴിഞ്ഞെന്ന് വെച്ചാൽ ഞങ്ങൾ എങ്ങനെ തരുമെന്ന് പറഞ്ഞു. ഇതിപ്പോ ഇവര് കിടന്ന് ഞങ്ങളുടെ കുടുംബ വീട് കിഴക്കാണ്, അവിടെയും വന്ന് ഇവര് തർക്കം ഉണ്ടായിട്ടുണ്ട്. അവിടുത്തെ അപ്പൊ അവര് വഴക്കിട്ട് കണ്ട് ഇവിടെ കൊണ്ടുവന്നു. ഇവിടെ ചിലപ്പോ ഞങ്ങള് അന്ന് കല്യാണത്തിന് വായ്പയൊക്കെ മേടിച്ച് എല്ലാം ചെയ്താണ് വെച്ച്. ആ കാശിന്റെ അകത്ത് 7000 രൂപ സുഭദ്രാമക്ക് എടുത്തു കൊടുത്തു. സാമ്പത്തികമായ ഇടപാടുകൾ സുഭദ്രയും ഷർമിളയും തമ്മിലുണ്ട്. ഈ അച്ഛൻ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, മാത്യു മദ്യപാനിയായിരുന്നോ? മദ്യപാനിയായിരുന്നു. ഒന്ന് നീങ്ങി നിൽക്കാവോ? മാത്യു മദ്യപാനിയായിരുന്നു. എന്തായിരുന്നു ഒരു പൊതു സ്വഭാവം? എന്താണ്? അവൻ മദ്യപിക്കുന്നവനാണ്. മദ്യപിച്ചു കഴിഞ്ഞാൽ അക്രമ സ്വഭാവം ഉണ്ട്. അക്രമ സ്വഭാവം ഇല്ല. മദ്യപിച്ച് അവൻ കണ്ടിട്ട് മദ്യപിക്കും, പക്ഷെ അക്രമ സ്വഭാവങ്ങളൊന്നുമില്ല. ഒരു വഴക്കിന് പോയി ഇതുവരെ കേട്ടിട്ടില്ല ഒരു മനുഷ്യനുമായിട്ട്. അത് ഈ പ്രദേശത്തുള്ളവർക്ക് അറിയാം. നിങ്ങൾ വീട്ടിൽ നിന്ന് മാത്യുവിനെയും ഷർമിളയും ഇറക്കി വിടാനുള്ള സാഹചര്യം എന്ന് പറഞ്ഞാൽ ഇവർ മദ്യപിച്ച് കഴിഞ്ഞിട്ട് ഇവർ രണ്ടുപേരും മദ്യപിക്കുന്നവരാണ്. ഇവർ രണ്ടുപേരും മദ്യപിക്കും. മദ്യപിച്ച് കഴിയുമ്പോ ഇവൾക്ക് എനിക്ക് തോന്നുന്നു മാനസികമായിട്ട് എന്തോ ഇവൾക്ക് മാനസികമായിട്ട് എന്തോ പ്രശ്നമുണ്ടെന്നായിട്ട് ഞങ്ങൾ പല പ്രാവശ്യം തോന്നിയിട്ടുണ്ട്. കാര്യം ആരുമില്ല. ഇവൾക്ക് അങ്ങനെ ഒരു ഭ്രാന്തിയുണ്ട്. ഇവള് മദ്യപിച്ചു കഴിഞ്ഞാൽ എങ്ങനെയാണ് അവസ്ഥ? എങ്ങനെയാ ഇവിടുന്ന് ഈ മദ്യപിച്ചണ്ട് ഷർമിളയുടെ സാഹചര്യം എങ്ങനെയാ? ഇവര് തമ്മിൽ ഇങ്ങനെ കുണുകുണുകുണുന്ന് പറഞ്ഞിരിക്കും. അപ്പൊ ഇവൻ ഇനി ദേശം വരുമ്പോ ഇടി നീ എന്തിനാണ് അവരെ പറയണത്? എന്താണ് അവക്ക് ഏറ്റവും ഒരു ഉദ്ദേശം ഉണ്ടായിരുന്നുള്ളത് ഈ പെരയും സ്ഥലവും അവരുടെ പേരിൽ എഴുതി കൊടുക്കണമെന്നായിരുന്നു. ഈ പുറത്ത് നിന്ന് അസഭ്യം വിളിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടോ മദ്യപിച്ച് ഷർമിള? ഇവിടെ ഒരുപാട് തേറിയൊക്കെ പറയും. എന്നെയൊക്കെ ഒരു ആക്രമിക്കൊക്കെ വന്നിട്ടുണ്ട്. ഞാൻ ഓടിയിട്ടുണ്ട്. ഇവിടെ എനിക്ക് രാത്രി ഇവിടെ ഷർമിള ആക്രമിക്കാൻ വന്നിട്ടുണ്ട്. ഷർമിളയെ മദ്യപിച്ച് കിടന്നെന്നാ എനിക്ക് ഞങ്ങൾക്ക് കിടക്കുന്നുറങ്ങാൻ ഞാൻ ക്ലീറ്റ് നമുക്ക് നമ്മുടെ കുടുംബത്ത് പോകാന്നൊക്കെ ഞാൻ പറഞ്ഞു. അപ്പുറം നീ കുഴപ്പമില്ല, ഞാനുണ്ടല്ലോ. വീട്ടിലിരുന്നാണോ മദ്യപിക്കുന്നത് രണ്ടുപേരും? മദ്യപിക്കാൻ വീട്ടിൽ നിന്ന് മദ്യപിക്കും. പിന്നെ ഈ പറഞ്ഞ കഴിഞ്ഞോളുടെ വീട്ടിലാണ് മദ്യപിക്കും. ഈ വാടക വീട്ടിൽ ഇടക്കിടക്ക് മാത്രമേ ചെല്ലാറുള്ളൂ എന്നാണല്ലോ. മോളെ നമുക്കറിയത്തില്ല. നമുക്ക് ഇവിടെ ഉള്ളത് നമുക്കറിയാം. വാടക ഇവരുടെ ശല്യം സഹിക്കാതെയാണോ നിങ്ങൾ ഇറക്കി വിടുന്നത്? ഞങ്ങൾ ഇറക്കണം. എന്നാ ഇതുപോലെ തന്നെ കുടിച്ചു കഴിഞ്ഞ ഒരു ദിവസം ഇതുപോലെ തന്നെ ഇവര് ഞാനിവിടെ കിടക്കാൻ വന്നിട്ട് 10-10:30 മണി രാത്രിയായിട്ടും ഞങ്ങൾക്കൊന്ന് ഉറങ്ങാനൊക്കെ ഉണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞ് ഇവിടെ കിടക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒന്നെങ്കിൽ പിന്നെ നിങ്ങൾ കുടിച്ചു പോയി മര്യാദ കിടന്നുറങ്ങാൻ നോക്കെന്ന് പറഞ്ഞു. മാത്യുവിനെ ഒരു പ്രാവശ്യം ഷർമിള ഒരു കത്തി ഉപയോഗിച്ച് കയ്യിൽ വെട്ടിയെന്ന് കൈ കൊണ്ട് വെട്ടി ആണല്ലേ? കൈക്ക് വെട്ടിയിട്ട് ഞങ്ങളുടെ ഇവിടെ വന്നിട്ട് പറഞ്ഞ അപ്പൊ വേറൊരു പിന്നെ ആൾക്കാരുടെ ഇവരുടെ കൂട്ടുകാർ വഴിയാണ് ഞങ്ങൾ ഈ സംഭവം അറിയുന്നത്. ഞങ്ങളിത് അറിഞ്ഞിട്ട് ഞങ്ങൾ വീട്ടിൽ വെച്ചാണ് വഴക്കാണത്. ഞങ്ങളിത് അറിഞ്ഞിട്ട് അതാണ് അവര് പറയുന്നത്. അതായത് കൊലപാതക വിവരം നിങ്ങൾ അറിഞ്ഞപ്പോ എന്ത് തോന്നി? ഈ സംഭവങ്ങൾ ഇവർ ബന്ധപ്പെട്ടിട്ടുണ്ടോ? ഒരാഴ്ചയായിട്ട് ഒരറിവുമില്ല. പോലീസ് വന്നു. എത്ര നാളായിട്ട് ഇവരെ കുറിച്ച് വിവരമില്ല. പിന്നെ നമ്മളെ ഇവര് കൈകൊണ്ട് ഇങ്ങനെ പാടില്ലാതേപ്പത്തേക്ക് ഇവര് പറഞ്ഞ് ഇവന് ആശുപത്രി റെസ്റ്റ് ചെയ്യാൻ പോണെന്നാണ് പോയത്. പോയിട്ട് അവിടെ വെച്ച് വന്നില്ല. പോയിട്ട് ഇവരെ കൊണ്ട് എത്ര കാലമായിട്ട് ഇവര് ഒളിവിലാണെന്നുള്ളത് നിങ്ങൾക്ക് അറിയാവോ? ഒളിവിലാണെന്നു പിന്നെ ഇവിടെ ആദ്യമായിട്ട് 2 ആഴ്ചക്ക് മുമ്പ് പോലീസുകാർ കടവന്തറ പോലീസും നമ്മുടെ ഇവിടുത്തെ പോലീസുകാരും കൂടെ വന്നപ്പോഴാണ് ഞങ്ങള്
അറിയുന്നത്. അതാണ് അവർ പറയുന്നത്. അതായത് ഷർമിളയും ഒപ്പം തന്നെ മാത്യുവും അവർ രണ്ടുപേരും തികഞ്ഞ മദ്യപാനികളായിരുന്നു എന്നുള്ളതാണ് വ്യക്തമാക്കുന്നത്. ഈ അമ്മ പറയുന്നത് പുറത്തേക്ക് ഇറങ്ങി നിന്ന് അസഭ്യം വിളിക്കുന്ന തരത്തിൽ അത്ര രീതിയിൽ മദ്യപിച്ചു കഴിഞ്ഞാൽ വളരെ ക്രൂര സ്വഭാവത്തോടുകൂടി ഇടപെടുന്ന ഒരു സ്ത്രീയാണ് ഷർമിള എന്നുള്ള കാര്യവും ഒക്കെ വ്യക്തമാക്കുന്നുണ്ട്. മാത്യുവിനെ ഇതിനു മുമ്പ് കൈയിൽ വെട്ടി പരിക്കേൽപ്പിക്കുന്ന സംഭവം വരെ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. എന്തായാലും ഇവർ പറയുന്ന വിവരം വെച്ച് സുഭദ്രയും ഷർമിളയും തമ്മിൽ വർഷങ്ങളായി നിലനിൽക്കുന്ന ബന്ധമാണ്. സാമ്പത്തിക തർക്കമുണ്ട്. ഒപ്പം തന്നെ മദ്യപിച്ചാൽ അക്രമവാസന ഉള്ള ആളുകളാണ് എന്നുള്ളതും വ്യക്തമാകുന്നുണ്ട്. തീർച്ചയായും ശരണ്യ സ്നേഹജനാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും നിതിന്റെ